നമസ്കാരം. ഇന്ത്യൻ ഇൻസ്പിറേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് ഒരു സാധാരണ ഫുട്വെയർ ഷോപ്പിലല്ല. ഡയബറ്റിക് ആൻഡ് ഓർത്തോപീഡിക് ഫുട്വെയർസിനെ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്ത് അത് കസ്റ്റമൈസ് ചെയ്ത് പ്രിവെൻറ്റീവ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫുട്വെയർസ് നൽകുന്ന ഫുട്വെയർ സൊല്യൂഷൻസിലാണ് ഞാനിന്നുള്ളത്. ഇത് തൃപ്പൂണിത്തുറ പോസ്റ്റ് ഓഫീസിന് ഓപ്പോസിറ്റുള്ള പള്ളിപ്പറമ്പ് കവർ റോഡിലാണ്. ഇവിടുത്തെ മാനേജിംഗ് പാർട്ട്ണറായ കെ പ്രകാശ് സാറിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. സാറിൻ്റെ വീട് എവിടെയാണ്? ഇവിടെ തൃപ്പൂണിത്തുറ തന്നെയാണ്. ഞാൻ തൃശ്ശൂരാണ് എൻ്റെ സ്ഥലം. തൃശ്ശൂർ ചേർപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് കോയമ്പത്തൂർ ഞങ്ങൾക്കൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അവിടെയും എന്താ വെച്ചാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയും കോബ്ലേഴ്സ് ഇതിന് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് സാധാരണ കോബ്ലേഴ്സ് പോരാ ഫുട്വെയർ ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കസ്റ്റമൈസാണ്. ഓരോ ഫുട്വെയർ എടുക്കുകയാണെങ്കിലും ഇതെല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം. ഓരോ പേഷ്യൻറ്റിനും ഓരോ ഫുട്വെയറാണ്. അതിന് പക്ഷേ പറ്റിയ സ്പെഷ്യലൈസ്ഡ് ആൾക്കാർ നമുക്ക് മെയിൻലി തമിഴ്നാട്ടിലും ഒക്കെയാണ് ഉള്ളത്. അവിടെ നമുക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് നിന്നു. അത് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ സാറ് പതുക്കെ അത് വിട്ടു. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇതൊന്ന് യു ഹാവ് ടു ടേക്ക് ഓവർ ദിസ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഞാൻ 2021 ഞാൻ ഏറ്റെടുത്തിട്ട് പിന്നെ ഞാനിപ്പോൾ റൺ ചെയ്യാം. എനിക്കൊരു പാർട്ട്ണറുണ്ട്, മിസ്റ്റർ രഘു. ഞങ്ങൾ രണ്ടും കൂടിയാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. പിന്നെ ജിബിനാണ് ഇതിൻ്റെ എല്ലാ മെഷർമെൻറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം. ഈസ് എ പ്രോസ്തറ്റിക് ആൻഡ് ഓർത്തോട്ടിക് ഡിപ്ലോമ ഹോൾഡർ. ഈ ഫുട്വെയർസിനെ പറ്റി ഒന്ന് സ്പെഷ്യലൈസ് ചെയ്തെന്ന് പറയാമോ? ഓക്കെ, നമുക്ക് ഫുട്വെയർ രണ്ട് ഇതിലാണ് ഇത് വരിക. ശരിക്കും ആദ്യം നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫുട്വെയർ എന്ന് പറയുന്നത് ഡയബറ്റിക് ആൻഡ് ഓർത്തോപെഡിക് പ്രിവെൻറ്റീവ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫുട്വെയറാണ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫുട്വെയർ ഇട്ടാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഫുട്വെയർ ഇട്ടാൽ ഡയബറ്റിക് മാറുമെന്ന്. ഒരിക്കലും മാറില്ല. അതിനാണ് അതിൻ്റെ ക്ലോസ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് എ പ്രിവെൻറ്റീവ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫുട്വെയർ. ഇത് നമ്മൾ കാലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് പല ഫോമാറ്റ്സും ഉണ്ട്. കാലിന് പല പ്രോബ്ലംസ് വരാം. ആ പ്രോബ്ലംസിന് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഫുട്വെയർ കൊടുക്കണം. ഇറ്റ്സ് കോൾഡ് കസ്റ്റമൈസ് ഫുട്വെയർ. രണ്ട് ടൈപ്പ് ഫുട്വെയറുകൾ. ഒന്ന് കസ്റ്റമൈസ് ഫുട്വെയർ. ഇതൊക്കെയാണ് കസ്റ്റമൈസ് ഫുട്വെയർ. നമ്മളിത് ഓരോ ഇതിലെടുത്തിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം. പിന്നെ നമുക്കുള്ള ഫുട്വെയർ റെഡിമെയ്ഡ് ഇങ്ങനെ ഫുട്വെയർസ് ഉണ്ട്. ഇതൊക്കെ റെഡിമെയ്ഡ് ഫുട്വെയർസാണ്. റെഡിമെയ്ഡായിട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ കറക്ഷൻസും ഒക്കെ ചെയ്യാം. ഇതാണ് രണ്ട് ടൈപ്പ് ഫുട്വെയർ ഉള്ളത്. പിന്നെ ഉള്ളത് രണ്ടായിട്ട് തിരിക്കുമ്പോൾ ഒന്നുള്ളത് ഡയബറ്റിക് ആൻഡ് ഓർത്തോ. ഡയബറ്റിക്കിൽ വരുന്നത് നമുക്ക് ഡയബറ്റിക് ഉള്ള പേഷ്യൻസ്. ഈ ഡയബറ്റിക് ഉള്ള പേഷ്യൻസിന് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിൻ്റെ താഴത്തിൽ ബ്ലഡ് സർക്കുലേഷൻസ് കുറവായി വരും. അതിനൊക്കെയുള്ള ഡയബറ്റിക് ന്യൂറോപ്പത്തി. അപ്പോൾ ഒന്ന് തന്നെ കാലിൽ തരിപ്പുണ്ടാവാം, ഒന്നിലെ കാലിൻ്റെ സെൻസേഷൻ പോകും. അപ്പോൾ നമുക്ക് ഇതെന്താ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇതെല്ലാം എൻഡ് ചെയ്യുന്നത് ഫുട്ടിലേക്കാണല്ലോ. അപ്പോൾ ഫുട്ടിലേക്ക് കാലിൻ്റെ അടിയിൽ അവർക്ക് പ്രഷർ കിട്ടില്ല. ആ പ്രഷർ കിട്ടില്ല എന്നതിന് നമുക്ക് ഒറ്റ സൊല്യൂഷൻസേ ഉള്ളൂ. ഇതുപോലെ ഫുട്വെയർസ് ചെയ്യണം. മെഡിക്കൽ എല്ലാം വേണം. ക്ലിനിക്ക് അവർക്ക് മെഡിക്കൽ മെഡിസിൻസ് എല്ലാം അവർ ചെയ്യണം. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഡോക്ടേഴ്സ് ചെയ്യുന്നത് ഡയബറ്റിക് ഫുട്വെയർ എഴുതും. അപ്പോൾ നമ്മൾ ആ ഡോക്ടേഴ്സ് പറയും, ഓരോ പ്രിസ്ക്രിപ്ഷൻസിൽ വരും, ഓരോ പേഷ്യൻറ്റിന് ഇന്ന സ്ഥലത്ത് ഇന്ന ഇതായിരിക്കണം, അല്ലെങ്കിൽ ഓഫ് ലോഡിങ് ചെയ്യണം. നമ്മുടെ ഭാഷയിൽ പറയുന്നത് ഓഫ് ലോഡിങ് ഇന്ന പോർഷനിൽ പ്രഷർ കൊടുത്തിട്ട് വേണം ഫുട്വെയർ ചെയ്യാൻ. അല്ലെങ്കിൽ കറക്ഷൻസ് എഴുതിയ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ എഴുതുക. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനാണ് നമ്മൾ അത്രയും പോർഷൻ നമ്മൾ പ്രഷർ കുറയ്ക്കുക. അതിനാണ് ഓഫ് ലോഡിങ് എന്ന് പറയുന്നത്. ഓഫ് ലോഡിങ് കുറച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ആ പ്രഷർ വൂണ്ടുണ്ടെങ്കിലും അറിയില്ല, അവിടെ അത്രയും പ്രഷർ കുറയും. അവർക്ക് ബാൻഡേജും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ ബാൻഡേജ് എടുത്തു കഴിഞ്ഞാലും അവിടെ അത്രയും സ്പോട്ടിൽ അവർക്ക് അത്രയും പെയിൻ കുറേ നാളത്തേക്ക് ഉണ്ടാകും. അത് ഫുട്വെയർ ഇട്ടിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ അവർക്ക് പിന്നെയും വൂണ്ട് വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ദാറ്റ് ഈസ് ഈ ഡയബറ്റിക്കിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലംസ് അതാണ് ഡയബറ്റിക്. പിന്നെയുള്ളത് നമ്മുടെ ആംബിറ്റേഷൻസാണ്. നമ്മൾ ഡയബറ്റിക് ഇത് വന്നിട്ട് ആംബിറ്റേഷൻ അത് വിരലിലെ ഫിംഗേഴ്സ് ആവാം, പിന്നെ ഇതുപോലെ പകുതി ആംബിറ്റേഷൻസ് ആവാം, പിന്നെ ഫുൾ ആംബിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നവർ അത് ഗോഡ് ഗ്രേസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലാത്തൊരു കാര്യമാണ്. അതൊക്കെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം നമുക്ക് ഫുട്വെയർ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അവരെ നടത്തിക്കുക എന്നുള്ളത്. ഇതിലൊക്കെ ഉപരി നമുക്ക്, അതായത് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇതിനകത്തുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്ത് അവരെ കൂടെ നിന്ന് അവരെ കൊണ്ടുപോയി നടത്തി 1 month ഒക്കെ കഴിയും ചിലപ്പോൾ നടന്ന് പോയി കറക്റ്റായി വരാം. ഇതിലൊക്കെ എന്താ വെച്ചാൽ കസ്റ്റമൈസ് ഫുട്വെയറിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ ചെയ്തു വരുമ്പോൾ കറക്ഷൻസ് ഉണ്ടാവും. ഒരു പ്രാവശ്യമല്ല, ചിലപ്പോൾ 2 പ്രാവശ്യം ഉണ്ടാവും, 3 പ്രാവശ്യം. ആ പേഷ്യൻസ് നമുക്ക് ഉണ്ടാവണം. ഇപ്പോൾ സർജറി കഴിഞ്ഞ പേഷ്യൻസ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഹോം വിസിറ്റ് ചെയ്യുന്നത്. ചിലവർക്ക് വരാൻ പറ്റില്ല, മെഡിറ്റേഷൻ ചെയ്ത പേഷ്യൻറ്റ് നടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീടുകളിൽ പോയി അവിടെ പോയി നമ്മൾ മെഷർമെൻറ്റ് എടുക്കും.
നമ്മൾ ഡയബറ്റിക് ഫുട്ടിൻ്റെ വേറൊരു സ്റ്റേജാണ് ചാർക്കോട്ട് ഫുട്ട് എന്ന് പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആംഗിളിൻ്റെ ഇവിടെ ബോൺസ് പതുക്കെ പൊട്ടാൻ തുടങ്ങും. എന്നുവെച്ചാൽ അത് ടോട്ടൽ സെൻസേഷൻ പോയിട്ടുണ്ട്. ടോട്ടൽ സെൻസേഷൻ പോയി ബ്ലഡ് സർക്കുലേഷൻ കംപ്ലീറ്റ് നിന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഫുട്വെയർ തന്നെ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മെഡിസിൻസ് അതിനൊപ്പം. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഐ ആംഗിൾ കൊടുക്കും. ഇവരുടെ ആ പോർഷൻ ആംഗിളിൻ്റെ മുകളിലേക്ക് പോർഷനൊന്നും ബലം ഉണ്ടാവില്ല. അതിനാണ് നമ്മളിങ്ങനെ ഹൈ ആംഗിൾ കൊടുക്കുന്നത്. ഹൈ ആംഗിൾ കൊടുത്തിട്ട് അവർക്ക് ഇവിടെ നല്ല സ്റ്റിഫാണ്. അപ്പോൾ അവർ സപ്പോർട്ട് ആയിക്കോളും. ദേ ക്യാൻ ഈസിലി വർക്ക്. ഈ ഇൻസോൾ, അതായത് ഈ ഇൻസോളാണ് ഇതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇറ്റ്സ് കോൾഡ് മൈക്രോസെല്ലർ റബ്ബർ. ഇതിന് മൈക്രോസെല്ലർ റബ്ബറിന് മാത്രമേ ഉള്ളൂ ഒരു ടെൻഡൻസി റീബൗണ്ട് ചെയ്യാനായിട്ട്. മനസ്സിലായോ? ഇത് മാത്രമേ റീബൗണ്ട്. ഇപ്പോൾ നമ്മളൊരു കർച്ചീഫ് എടുത്ത് വെച്ചാൽ എന്ത് പറ്റും? കർച്ചീഫിന് അവിടെ നമ്മൾ പ്രസ് ചെയ്ത് വെച്ചാൽ ആ പാട് നമ്മൾ കുറേ കഴിഞ്ഞിട്ട് റിലീസാവും. ഇതുകൊണ്ട് ഇതൊരു പാട് പോലും വരില്ല. അത്രയും ടൈമിൽ റിലീസാവും. ഇതാണ് പേഷ്യൻറ്റിന് ആവശ്യം. പ്ലാസ്റ്റർ സോട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്, പിന്നെ ഈവ സോട്ട് എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മളിവിടെ കോമൺലി MCR തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് MCR തന്നെയാണ്. ഇതിന് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. MCRൻ്റെ സർട്ടിഫിക്കേഷനുള്ള MCR ആണ്. ഇതിന് വില കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി ഫുട്വെയർസിന് വില കൂടുന്നത് ഔട്ടറിൻ്റെ അല്ല, ആക്ച്വലി സോൾ. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ദി സോൾ. സോളിൻ്റെ വിലയാണ്. വില ഓരോ ആഴ്ചയും 2 ആഴ്ച കൂടുമ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നുള്ള ഓർത്തോപീഡിക്സിലേക്കാണ്. ഓർത്തോപീഡിക്സിൽ പോകുമ്പോൾ ഹീൽ പെയിൻ, നാച്ചുറലി ഹീൽ പെയിൻ, ലേഡീസിന് എല്ലാവർക്കും വരുന്ന ഹീൽ പെയിൻ. ഹീൽ പെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ 2 ഹീൽ പെയിൻ എന്ന് പറയുന്നത്, ഒന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്ക് കാൽക്കേനിയൻ സ്പർ. കാൽക്കേനിയൻ സ്പർ എന്ന് പറയുന്നത് എന്താ പ്രോബ്ലം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ 2 ഹീലിൻ്റെ അവിടെ വരും. ഹീലിൻ്റെ അവിടെ എന്ന് വെച്ചാൽ അതിൽ ഉള്ളിൽ ഹീലിൻ്റെ അവിടെ ഒരു ഫ്ലൂയിഡ് ഫോം ചെയ്യും ഉള്ളിൽ. അത് പല ഡെഫിഷ്യൻസി കൊണ്ടാവാം. അത് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത്, ചെറിയൊരു ഗ്രോത്ത് വരും. അതിന് സർജറി ഓപ്ഷൻസ് ഉണ്ട്. ആ രാവിലെ എണീക്കുമ്പോൾ ഓൾ ദി ഫുഡ് എല്ലാം ഉറങ്ങിക്കിടക്കുകയാണ്. കാലിനടി പെയിൻസ് എല്ലാം ഇത് ഇല്ല. അപ്പോൾ വൺസ് സ്റ്റാർട്ട് വാക്കിംഗ് ആ പ്രഷർ കിട്ടി തുടങ്ങും. അപ്പോൾ ഫുട്വെയർ ഇട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആ കണ്ടിന്യൂറ്റി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിട്ടും. അതാണ് ആ ഫുട്വെയർ ഇട്ടാൽ, അതാണ് ഈ MCR ഫുട്വെയർസ് ഇടുന്നത്. പലരും ഇതുണ്ട് MCR ഫുട്വെയർ എന്ന് പറഞ്ഞിട്ട്. അത് ഇതിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഗെറ്റ് പ്രഷർ അണ്ടർ ദി ഫുഡ്, അത്രേ ഉള്ളൂ ഇതിനകത്ത്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ഓക്കെ ഫോർ ഈ ഹീൽ പെയിനും. പിന്നെയുള്ള പ്ലാന്റാർ ഫെസൈറ്റീസ് എന്ന് പറയും. അതും ഇതന്നെ വെയിൻസ് ഇതിനായിട്ട് സംബന്ധമായിട്ടുള്ള ഇതെല്ലാം എവറിത്തിങ് ഈസ് എൻഡ് ടു ദി, എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എൻഡ് ടു ദി എന്താ പറയുക, പ്രഷർ കിട്ടാത്തതിൻ്റെയും ബ്ലഡ് സർക്കുലേഷൻ കുറവിൻ്റെയും ഇതൊക്കെ തന്നെയാണ്. അതിനൊക്കെ സൊല്യൂഷൻ കുറേ ഒരു പരിധി വരെ ഫുട്വെയർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്. ഫുട്വെയർ ഇസ് വെരി നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഈ ഡയബറ്റിക് ഫുട്വെയർ ഇസ് വെരി ഗുഡ് ഫോർ ഓൾ ദീസ് കൈൻഡ് ഓഫ് ലൈക്ക് ഹീൽ പെയിൻ ആണെങ്കിലും കാൽക്കേനിയൻ സ്പർ ആണെങ്കിലും എല്ലാത്തിനും. മെയിൻലി കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു ചെറിയ ഒരു ഇഷ്യൂ ആണ് ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയുന്നത്, പരന്ന പാദം. ഇതാണ് പരന്ന പാദം. കണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും പാദം. നമുക്ക് മിനിമം ഇത്രയെങ്കിലും ആർച്ച് വേണം. അല്ലെങ്കിൽ ഇത് ചില റെയർ കേസസിൽ വരാൻ ഇറ്റ്സ് കോൾഡ് ഹൈ ആർച്ച്. ഇത് നോർമൽ ആർച്ച്. ഇതിന് നമ്മൾ ഫില്ല് ചെയ്യുന്നതാണ് ഇറ്റ്സ് കോൾഡ് ആർച്ച് സപ്പോർട്ട്. ഇതാണ് ആർച്ച് സപ്പോർട്ട്. ഫ്ലാറ്റ് ഫുട്ടിന് വയ്ക്കുന്ന ഒരു സപ്പോർട്ടാണ് ഇറ്റ്സ് കോൾഡ് ആർച്ച് സപ്പോർട്ട്. ഇത് നമ്മൾ കാലിൻ്റെ അവിടെ എവിടെയാണ് ആർച്ച് ഇല്ലാത്ത അവിടെ നമ്മൾ പൊസിഷൻ ചെയ്തിട്ട് ഫുട്വെയറിൽ വെച്ച് കൊടുക്കും. ഇത് നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അവരുടെ സ്കൂളിൽ ഉപയോഗിക്കുന്ന ഷൂസ് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഫുട്വെയർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിത് അതിനകത്തേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇറ്റ്സ് മെയ്ഡ് ഓഫ് കോർക്ക് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് നമ്മൾ ഇത് കാലവിടെ വെച്ച് കഴിയുമ്പോൾ അവർക്കൊരു ആർച്ച് ഇവിടെ ഉണ്ടാവുകയാണ്. കണ്ടോ, ഇവിടെ അവർക്കൊരു ആർച്ച് ഉണ്ടാവുകയാണ്. നേരത്തെ ആർച്ച് ഇല്ല. അപ്പോൾ നമ്മളൊരു ആർച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവിടെ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറേ നാൾ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പതുക്കെ they'll get. അത് ഡോക്ടേഴ്സ് തന്നെ എക്സസൈസൊക്കെ ഉണ്ട്. ആ എക്സസൈസൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ച് ആളുകൾ ചെയ്യും. ബട്ട് ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിക്കാണ്ട് പോയാൽ വലിയൊരു സിവിയർ പ്രോബ്ലത്തിലേക്ക് പോകും. ബിക്കോസ് ഇങ്ങനെ നിൽക്കുന്ന ഫുട്ട് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഇത് പതുക്കെ ആംഗിൾ ടിൽട്ടാവാൻ തുടങ്ങും. ഇത് ടിൽട്ടാവാൻ തുടങ്ങും. ടിൽട്ടായാൽ പിന്നെ നമുക്ക് ഇതിപ്പോൾ നിസ്സാരകാലം ഒരു 200 or 250 rupees കാര്യം നടക്കും. ബട്ട് വെൻ ദറ്റ് സ്റ്റാർട്ട്സ് ടിൽറ്റിംഗ് ദറ്റ് ഫുഡ് we have to go for another orthosis. Is called AFO എന്നൊക്കെ പറഞ്ഞ above foot orthosis. കാലിന് മുകളിലേക്ക് കിട്ടുക കുറേ നാളിടേണ്ടി വരും. ഇവിടെ വരുന്ന കുറേ കേസസും അങ്ങനെ തന്നെയാണ്. കുറേ കേസസ് എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ നാച്ചുറലാണ്. അത് ഹെറിഡിറ്ററി ആവാം. ഞാൻ ഫ്ലാറ്റ് ഫുട്ടാണ്. പക്ഷേ എൻ്റെ ഐ റെക്കഗ്നൈസ് ഹാർഡ്ലി 4 years to 5 years ബാക്ക്.
ഞാൻ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം സ്റ്റക്കായിപ്പോയി. അപ്പോൾ എനിക്കെന്താണെന്നറിയില്ല. ഇതോ ഞാൻ ഇൻഡസ്ട്രിയിലുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്താ പ്രശ്നം. പിന്നെ ഞാൻ പെയിൻ ബാമൊക്കെ പെട്ട് പിന്നെയും കളിച്ചു. നെക്സ്റ്റ് ഡേ ഐ വെൻറ്റ്. നെക്സ്റ്റ് ഡേ ഓൾസോ സെയിം ഇഷ്യൂ ആക്കാൻ. പിന്നെ ഞാൻ അവിടെ പോയി ചോദിച്ചപ്പോൾ യു ആർ എ ഫ്ലാറ്റ് ഫുട്ട്. അപ്പോൾ ഫ്ലാറ്റ് ഫുട്ട് എന്ന് വെച്ചാൽ അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ഫുട്വേഴ്സും എൻ്റെ ഷൂവിൽ എല്ലാത്തിലും ഈ ആർട്ട് സപ്പോർട്ട് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഫ്ലാറ്റ് ഫുട്ട് മാറാൻ ചാൻസസ് കുറവാണ്. ബട്ട് വി നീഡ് ടു ഹാവ് ദിസ് സപ്പോർട്ട് ആൻഡ് ലൈഫ് ലോങ് വി ക്യാൻ ഗോ വിത്ത് ദിസ്. വേറെ ഹാം ഒന്നുമില്ല ഇതിനകത്ത്. നത്തിങ് ഇസ് ദാറ്റ്. ആ ഇടുന്ന ഒരു കുറച്ച് നേരത്തേക്ക് കുറച്ച് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ട് ഇറ്റ്സ് നത്തിങ്. ഇത് നമ്മുടെ ഫുഡായിട്ട് അക്കോമഡേറ്റ് ആയിട്ട് നമ്മൾ പൊക്കോളും. ഇറ്റ്സ് നത്തിങ്. ഒരു സാധനം അവിടെ ഉണ്ടെന്ന് അറിയുപോലുമില്ല. ഇപ്പം എനിക്ക് അവിടെ ഒരു ആർച്ച് ഫുഡ് എൻ്റെ ഷൂവിൽ ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ഫുഡ്. അങ്ങനെ ആയി പൊക്കോളൂ. അത് ഇത് വച്ചില്ല എങ്കിൽ എനിക്കിത് വച്ചില്ല എങ്കിൽ ദി ഫുഡ് ഇസ് കോൾഡ് ഹാലസ് വാഗസ് എന്ന് പറയും. അതായത് കാല് മറിയാൻ തുടങ്ങും. ഇത് കാലിങ്ങനെ നമ്മൾ മറിഞ്ഞ സ്റ്റേജസ് ഒക്കെ ആയിട്ടാണ് ഇവിടെ വരുന്നത്. പല കേസസും പല പേഷ്യൻസും അങ്ങനെ ആയിട്ടാണ് അവർ ശ്രദ്ധിക്കേണ്ട പോയിട്ടാണ്, അല്ലെങ്കിൽ അവർ അത് ഈസി ആയിട്ട് വിട്ടിട്ടാണ്. പക്ഷെ നമ്മളത് ഹാലസ് വാഗസ് കാല് മറിയും. ആ മറിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പരിധിവരെയൊക്കെ ഇതുകൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വേറെ ഈ പറഞ്ഞ പോലെ ഓർത്തോസിസ് എന്ന് പറഞ്ഞാൽ എബോവ് ഫുട്ട് ഓർത്തോസിസ് ഒക്കെ കൊടുത്ത് അത് ഫുട്ട് വെയറിൽ കൊടുത്ത് കറക്റ്റാക്കി അവർ നടത്താം. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ക്യൂർഡ്. നോ, ക്യാൻ നോട്ട് ബി. ബട്ട് ദാറ്റ് പേഷ്യൻ്റ് ക്യാൻ വാക്ക് ഈസിലി. ഇതാണ് ബുനിയൻ എന്ന് പറഞ്ഞത്. ഇത് ബോൺ വളഞ്ഞിട്ട് ബോൺ ഇങ്ങനെ ആയിപ്പോയി. ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇതിനിപ്പോൾ പുതിയ ബുനിയൻ സ്പ്ലിൻറ്റ് വരുന്നുണ്ട്. നമുക്കിത് പിടിച്ച് ഇട്ടിട്ട് സ്പ്ലിൻറ്റ് കിട്ടാനുണ്ട്. നമുക്ക് സ്പ്ലിൻറ്റിനകത്തേക്ക് ഈ കാലിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റഡി ആയിട്ട് നിന്നോളും. നമുക്ക് നോർമൽ ഫുട്ട് വെയർ ഇട്ട് കൊടുത്താൽ നമ്മളത് കൊടുക്കുന്നുണ്ട്, ബുനിയൻ സ്പ്ലിൻറ്റ്. അടുത്തതെന്ന് പറയുന്നത് ഇതെല്ലാവരും അറിയുന്ന ഒരു സാധനമാണ് കോൺ എന്ന് പറയുന്നത്. ആണി രോഗം, കോൺസ് എന്ന് പറയുന്ന സാധനം. ഇത് ആണി ഇതുണ്ടോ, സിവിയർ പെയിനാണ്. സിവിയർ പെയിനാണത് ഈ കോണിന്. കാര്യമൊന്നുമില്ല, ചെറിയൊരു ഇതാണ്, പക്ഷേ സിവിയർ പെയിൻ. ഇവിടെ നമ്മൾ ഈ ഫുട്ട് വെയറിൽ നമ്മൾ ഈ കോണിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. അതും സെയിം തിങ് വാട്ട് വി ഡു ഇസ് ഓഫ് ലോഡിങ്. അത്രയും പോർഷൻ നമ്മൾ ഓഫ് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പേഷ്യൻ്റ് കോൺ പെട്ടെന്ന് മാറിക്കോളും. കോണിന് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാറിപ്പോക്കോളും. അവിടെ നമ്മളെന്താ ചെയ്യുന്നത്, ഇവിടെ ഒരു ബാർ വെച്ച് കൊടുക്കും, മെട്രാസൽ ബാർ. അപ്പോൾ കാലിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊരു ഇതൊക്കെ ഒരു ഏജ് ആയിട്ട് വരുന്ന പ്രോബ്ലംസാണ് ഹാമർട്ടോക്ക്. അപ്പോൾ നമുക്ക് കുറേയൊക്കെ നമ്മളൊരു ഏജ് നോക്കിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുക. നമ്മൾ ആവശ്യമില്ലാണ്ട് കുറേ കാര്യങ്ങൾ ഫുട് വെയറിൽ ചെയ്താൽ അവർ നടക്കില്ല. ഫുട് വെയറിൽ കൂടുതലും നമ്മൾ ലെസ് അവർക്ക് പ്രോബ്ലമായി കുറച്ച് കൊടുക്കുക എന്നുള്ളത്. അത് നിസ്സാരം ഒരു ബാർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാലിങ്ങനെ ഇരുന്നോളും, ക്യാൻ ഈസിലി വാക്ക്. അപ്പം പിന്നെ അവർക്ക് ഈ ഫുട് വെയർ കൊണ്ട് ഇടുമ്പോൾ എന്ന് വെച്ചാൽ ദിൽ ഗെറ്റ് ദ പ്രഷർ കിട്ടുമ്പോൾ അവർ ഈസിലി ദേ ക്യാൻ വാക്ക്. ദാറ്റ്സ് കോൾഡ് ഹാമർ ടോ. പിന്നെ ഞാൻ പറഞ്ഞ ഇത് ഫ്ലാറ്റ് ഫുട്ട് പറഞ്ഞു. പിന്നെ ഇത് പാർഷ്യൽ ആംബിറ്റേഷൻ ചെയ്ത്, അത് ഞാൻ നേരത്തെ മിഡ് ഫുട്ട് ആംബിറ്റേഷൻ ചെയ്ത പേഷ്യൻ. മിഡ് ഫുട്ട് ആംബിറ്റേഷനിൽ നമ്മൾ ചെയ്യുന്ന 2-3 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് മിഡ് ഫുട്ട് ആംബിറ്റേഷൻ നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത് 2-3 ടൈപ്പാണ്. ഒന്ന് ഏർലിയർ മെത്തേഡ് ഓഫ് ടേക്കിംഗ് മെഷർമെൻറ്റ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരിസ് നമ്മൾ ആദ്യം ലാമിനേറ്റിംഗ് പേപ്പർ ചുറ്റിയിട്ട് അത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഇട്ടു. എന്നിട്ട് അതിൻ്റെ ഒരു ടൈമുണ്ട്. ആ പ്ലാസ്റ്റർ ഓഫ് പാരിസ് കട്ട് ചെയ്യേണ്ട ഒരു ടൈമുണ്ട്. നമ്മൾ ആ ടൈം കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് ദി മോൾഡ് ഓഫ് ദി ഫുഡ്. ഡിറ്റോ ഓഫ് ദി ഫുഡ് നമുക്ക് കിട്ടുകയാണ്. അതാണ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരിസിൻ്റെ ഗുണം, മോൾഡ് എടുത്താലത്തെ ഗുണം. സോ ആ മോൾഡാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഫുട് വെയർ പണിയും. ഫുട് വെയർ പണിയുമ്പോൾ എന്താ പറ്റുക, ഇതൊരു മിഡ് ഫുട്ട് ആംബിറ്റേഷൻ പേഷ്യൻ്റാണ്, നമ്മൾ മോൾഡ് എടുത്താൽ. സോ ഇത് കാല് അതിനകത്തേക്ക് വെച്ചാൽ ഡിറ്റോ ആയിരിക്കും. റെയിനി ടൈമിൽ എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റും. കേരളത്തിൽ മഴ കൂടുതലാണ്, യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ദിസ് ഫുട് വെയർ അങ്ങനെ ഒരു ക്ലൈമറ്റ് നോക്കിയിട്ട് യൂസ് ചെയ്യാനുള്ള ഫുട് വെയർ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ പ്രിവെൻറ്റീവ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫുട് വെയർ. താങ്ക് യു ഫോർ യുവർ ടൈം. ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഒരു ഏരിയ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയതിന് വെരി താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ്. താങ്ക് യു.